ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം 100-ാം ദശകം. ഭഗവാന്റെ കേശാദിപാദം. അഗ്രേ പശ്യാമി തേജോതിപിടതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തതുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈ വിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലപരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസ്രംനിവീതം തവ പൃഥുകപരീഭാരം ആലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാമവിജസുലളിതാം ഫാലബാലേന്ദുവീഥീം ഹൃദ്യം പൂർണ്ണാനുകമ്പർണവമൃദുലഹരീ ചഞ്ചലൽക്രോവിലാസൈ ആനീലസ്നിഗ്ധപക്ഷ്മാവലിപരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസൽഖണ്ഡപാളീവ്യാലോലൽ കർണപാശാഞ്ചിതമകരമണീ കുണ്ടലത്വന്ദ്വദീപ്രം ഉന്മീലദ്ബന്ധപങ്ക്തിസ്ഫുരതരുണതരച്ഛായ ബിംബാതരാന്ത പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്രം ഉൽഭാസതാം മേ ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാശോണപാണിപ്രവാളേനോപാത്താം വേണുനാളീം പ്രസൃതമകമയൂകാംഗുലീസംഗസാരം കൃത്വാ വക്രാരവിന്ദേ സുമധുരവികസദ്രാഗമുൽഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈ ത്വം ശിശിരിതഭുവനൈ സിഞ്ചമേ കർണവീഥീം ഉത്സർപ്പൽ കൗസ്തുഭശ്രീതതിഭിരനുടിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രധാനം നാനാവർണ പ്രസൂനാവലികിസലൈനീം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരധി തമ തഥാ ഭാവയേ രത്നമാലാം അംഗേ പഞ്ചാംഗരാഗൈ അതിശേവികസൽസൗരഭാദൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിതതിമവികൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാസ്മന്യസ്തതപ്തോജ്വല കനകദിമം പീതജേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മിസ്ഫുടമണിരഥനാകിങ്കിണീ മണ്ഡിതം ത്വാം ഊരൂ ചാരൂതവോരൂ ഘനമസൃണരുചൗ ചിത്തചോരോരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനുഷമുഖൗ പീതജേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താന്യസരധൃത സമസ്താർത്ഥപാളീസമുൽഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ മഞ്ജീരം മഞ്ജുനാഥൈരിപദഭജനം ശ്രേയയിത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജൽ പ്രണതജന മനോമന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഹരഹിമകരജ്യോത്സ്നയാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തതിം അനുകരയേ മംഗലാമംഗുലീനാം യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണകാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗജിതം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചൈതത്സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈ
ഇതമിഹ ഗുരുതാമായുരാരോഗ്യ സൗഖ്യം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നാരായണീയത്തിൻ്റെ മേൽപ്പത്തൂർ രചിച്ച നാരായണീയത്തിൻ്റെ പാരായണ പ്രഭാഷണ യജ്ഞം സമാപിക്കാൻ പോവുകയാണല്ലോ. അതിൻ്റെ 100ാമത്തെ ദശകമാണ് ഇന്ന് നമ്മൾ പാരായണം കേട്ടത്. ഭഗവാന്റെ കേശാദിപാദം വർണ്ണിക്കുകയാണ്. ഗുരുവായൂർ അമ്പലത്തിലിരുന്നിട്ടാണല്ലോ നാരായണീയം രചിച്ചത്. അത് മേൽപ്പത്തൂരിൻ്റെ ഒരു തപസ്സായിരുന്നു എന്ന് പറയാണ്. ഏകാഗ്രമായ തപസ്. ഏത് കർമ്മം സഫലീകൃതമാവണമെങ്കിലും തപസ് അനുഷ്ഠിക്കണം എന്നാണ് പറയുക. അതുപോലെ നമ്മളെയും ഇതുപോലെ നാരായണീയ പാരായണ യജ്ഞത്തിൻ്റെയൊക്കെ ഒരു തപസ്സിൻ്റെ ഫലമായിട്ടുണ്ടായ സഫലീകരണം, അതിൻ്റെ ഫലപൂർത്തി ആണ് ഇന്ന് എന്ന് വിചാരിക്കാം. മേൽപ്പത്തൂരിൻ്റെ അവസ്ഥ എന്തായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഭാഗവതത്തിൻ്റെ ചിട്ടയായിട്ടുള്ള പഠനവും അതിന് നിരന്തരമായിട്ടുള്ള അനുസന്ധാനവും ചെയ്തുകൊണ്ട്, മാത്രമല്ല ആ ഭാഗവത കഥകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ശ്ലോകം 1000 ചില്ലാനും ശ്ലോകങ്ങൾ രചിച്ചുല്ലോ നാരായണീയത്തിൽ 100 ദശകങ്ങളിലായിട്ട്. ആ സ്തോത്ര നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ ആ വല്യമ്പലത്തിൽ ഇരുന്നുകൊണ്ട് ഓരോ ദിവസവും ഓരോ ദശകം രചിച്ചു എന്നാണല്ലോ. 10 ശ്ലോകം രചിച്ചു കഴിയുമ്പോഴേക്കും മനസ്സിൻ്റെ തൃപ്തി, മനസ്സിൻ്റെ സന്തോഷം അദ്ദേഹത്തിന് ആനന്ദം പകർന്നു കൊടുത്തു എന്നാണ്. അങ്ങനെ അവസാനം ഭഗവാന് തന്നെ, കരുണാവാരിധിയായിട്ടുള്ള ഭഗവാൻ തന്നെ തൻ്റെ ആ ദിവ്യ കോമളമായിട്ടുള്ള രൂപം ആ പുണ്യാത്മാവിനെ കാണിച്ചു കൊടുത്തു എന്നാണ്. ആ ഭക്തജന കവി എന്നൊക്കെ പറയാം. ഭക്തജനങ്ങളുടെ കവിയാണ്. നമുക്കൊക്കെ വേണ്ടി ഇതാ ഭക്തി സ്തോത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു നാരായണ ഭട്ടതിരി. താൻ ദർശിച്ച ഭഗവത് സ്വരൂപത്തെ മറ്റുള്ള ഭക്തന്മാർക്കും ധ്യാനിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ തുറന്ന് കാണിച്ചു തരികയാണ് ഈ ദശകത്തിൽ. ഭഗവാന്റെ കേശാദിപാദം, ഓമനക്കണ്ണനായിട്ടുള്ള ഗുരുവായൂരപ്പൻ, ഉണ്ണിക്കണ്ണനായിട്ടുള്ള ഗുരുവായൂരപ്പൻ, മനോഹരമായിട്ടുള്ള കേശങ്ങൾ, അളകങ്ങൾ, നെറ്റിത്തടം, പുരികങ്ങൾ, മനോഹരമായിട്ടുള്ള കണ്ണുകളുടെ വശ്യതയൊക്കെ എത്ര പറഞ്ഞാലും തീരില്ല, അവസാനിക്കില്ല. അത്ര മനോഹരമായിരുന്നു ആണ് ഭഗവാന്റെ ആ രൂപം. കവിൾത്തടങ്ങൾ, കപോലങ്ങൾ, കാതുകളിൽ തൂങ്ങിക്കിടക്കുന്ന മനോഹരമായിട്ടുള്ള കുണ്ടലങ്ങൾ, അതുപോലെ തന്നെ കഴുത്ത്, മാറിടം എല്ലാം വർണ്ണിച്ചുകൊണ്ട് മഞ്ഞപ്പെട്ട് ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ആ മനോഹരമായിട്ട് രൂപം. അരയിൽ അരഞ്ഞാണൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നീട് വനമാല, രത്നമാല എന്തെല്ലാം ധരിച്ചിട്ടുണ്ട്. കിങ്ങിണി, കളഭക്കൂട്ട്, മഞ്ഞപ്പട്ട് എല്ലാം ധരിച്ചുകൊണ്ട് ഭഗവാന്റെ ഓരോ അംഗങ്ങളും വർണ്ണിക്കുന്നു കവി ഇവിടെ. ഭഗവാന്റെ തുടകളും കാൽമുട്ടുകളും കണങ്കാലുകളും എല്ലാം വർണ്ണിക്കുകയാണ്. മാത്രമല്ല ഭഗവാന്റെ കാലിൽ കിടക്കുന്ന കാൽച്ചിലമ്പുകളുടെ ആ കളകളാരവം എല്ലാം വർണ്ണിച്ചുകൊണ്ട് എല്ലാ യോഗിമാർക്കൊക്കെ ധ്യാനിക്കാൻ യോഗ്യമായിട്ടുള്ള കൃഷ്ണസ്വരൂപം, ആ കൃഷ്ണസ്വരൂപം കാരുണ്യ സിന്ധുവായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് കാണിച്ചു കൊടുത്തു. ആ ഭഗവാനെ തന്നെ, ആ രൂപത്തെ തന്നെ അതേപടി ഇതാ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ദശകമാണ് ഈ 100ാമത്തെ ദശകം.
അതിലെ ശ്ലോകങ്ങളെ ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടൊരു ഭക്തന്മാർക്ക് തന്നെ അത് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. നമുക്കൊന്നും അത്രയ്ക്ക് സാധിക്കുമോ എന്ന് സംശയമാണ് എന്നർത്ഥം. അത്രയ്ക്കൊന്നും ഭക്തി നമ്മുടെ തെളിഞ്ഞു വന്നിട്ടില്ലാത്തതുകൊണ്ട്. എന്തായാലും അങ്ങനെ കൃഷ്ണനിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് കൃഷ്ണോഹം എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നു മേൽപ്പത്തൂര്. അതുകൊണ്ട് ആ ഉണ്ണിക്കണ്ണനെ അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വല്യമ്പലത്തിൽ കൊണ്ട് ശ്രീകോവിലേക്ക് നോക്കിക്കൊണ്ട് കവിതകൾ രചിച്ചുകൊണ്ടിരുന്ന മേൽപ്പത്തൂരിന് അവസാനത്തെ ദിവസം ഭഗവാൻ പ്രത്യക്ഷമായിട്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നിയതാണ്. ശ്രീകോവിലേക്ക് നോക്കുമ്പോഴേക്കും ശ്രീകോവിലിലെ തേജസ്സുള്ള വിളക്കുകളെല്ലാം കൊളുത്തി നിൽക്കുന്ന ആ അവസ്ഥയിൽ, ആ ഉദിച്ചുയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ, മാത്രമല്ല ധാരാളം മാലകളൊക്കെ ചാർത്തിക്കൊണ്ടും താരുണ്യാരംഭം എന്നുള്ള പറഞ്ഞ പോലെ നല്ല തരുണമായിട്ടുള്ള അവസ്ഥയിൽ, പരമസുഖമായിട്ടുള്ള അവസ്ഥയിൽ ഇതാ മുമ്പിൽ ഇങ്ങനെ കണ്ടു എന്നാണ് ഉണ്ണിക്കണ്ണൻ്റെ രൂപം. ഇടതൂർന്ന മനോഹരമായിട്ടുള്ള പ്രകാശത്തിൻ്റെ മധ്യത്തിൽ നിബിഡതരകളായാവലീലോഭനീയം തേജ അഗ്രേ പശ്യാമി, അങ്ങനെ കാണുകയാണ്. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനുതതുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം നാരദാജ്യൈർവിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈസ്സ. ഇത്ര മനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെ താൻ തൻ്റെ മുമ്പിൽ കാണുന്ന ആ വിഗ്രഹത്തിൽ നിന്ന് അഹം പീയൂഷ അപ്ലാവിത, അമൃതം കൊണ്ട് നമ്മൾ ഞാൻ അഭിഷേകം ചെയ്ത പോലെയായി എന്നർത്ഥം. അമൃതരസം അനുഭവിച്ചു കഴിഞ്ഞു ആ രൂപം കാണാനായിട്ട് സാധിച്ചപ്പോൾ. ഒരു തേജസ്സിൻ്റെ നടുവിൽ യൗവനയുക്തനായിട്ട് താരുണ്യ ആരംഭരമ്യം പരമസുഖ രസാസ്വാദ രോമാഞ്ചിതാംഗൈ, പരമാനന്ദം ആകുന്ന രസം ആസ്വദിച്ചുകൊണ്ട്, രോമാഞ്ചം കൊണ്ടുകൊണ്ട് എല്ലാ അവയവങ്ങളോടും കൂടി നാരദൻ മുതലായ മഹർഷിമാരാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അടുത്തതാ സുന്ദരികളായിട്ടുള്ള ഉപനിഷത്ത് സ്ത്രീകൾ, ഉപനിഷത്ത് ദേവതകൾ സുന്ദരീ സമൂഹങ്ങളായിട്ട് ചുറ്റും നിൽക്കുന്നു. വിലസത് ഉപനിഷത്ത് സുന്ദരീ മണ്ഡലൈശ്ച ആവീതം, ആ സുന്ദരികളാൽ ചുറ്റപ്പെട്ട ദിവ്യമായിട്ടുള്ള കൈശോരവേഷം, ദിവ്യ കൈശോരവേഷം അഗ്രേ പശ്യാമി, ആ ദിവ്യമായിട്ടുള്ള കൈശോരവേഷമാണ് ഞാനിതാ കാണുന്നത് എൻ്റെ മുന്നിൽ. ആദ്യം തന്നെ ശ്രീകോവിലിനുള്ളിലൊരു മഹത്തായിട്ടുള്ള ഒരു നീല ജ്യോതിസ് കണ്ടു എന്നാണ്, പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അത് കൊണ്ട് തന്നെ മേൽപ്പത്തൂര് അമൃതിലിങ്ങനെ ആറാടി എന്ന് പറയാണ്. ആ നീല ജ്യോതിസിൻ്റെ ഒഴുക്കിൽ, പ്രവാഹത്തിൽ താൻ അമൃത ലഹരി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. പിന്നെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ പ്രഭാമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ഒരു ഉണ്ണിക്കണ്ണൻ, ഒരു കൈശോര വേഷം, യൗവനങ്ങളുടെ സന്ധ്യ കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ശ്രീകൃഷ്ണ രൂപം തെളിഞ്ഞു കണ്ടു എന്നാണ്. ഭഗവാന്റെ സമീപത്തെ ചുറ്റുമായിട്ട് നാരദ മഹർഷി മുതലായ മഹർഷിമാരും ഉപനിഷത്ത് സുന്ദരികളും ഗോപസുന്ദരിമാരും ഒക്കെ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ സഹൃദയന്മാരുടെ ഹൃദയത്തിൽ കാണുന്ന വിധത്തിലാണത്രേ മേൽപ്പത്തൂരിന് തോന്നിയത്. അതുപോലെ തന്നെയാണ് ഇനിയും ആ ശ്ലോകത്തിലെ ഓരോ കാണുന്ന ഭാഗത്തെ പറ്റി വർണ്ണിച്ചത്. ഭക്തി യോഗത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്ന ഒരു ശ്ലോകമാണിത്. ഭക്തിയോഗത്തിൻ്റെ പരമാചാര്യനാണല്ലോ ശ്രീനാരദൻ. അതേപോലെ തന്നെ ഭക്തിയുടെ പരമഭക്തകളായിട്ടുള്ള ഗോപസുന്ദരികളും. ഗോപികാഭക്തിയേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഭക്തി തന്നെ ഇല്ല എന്ന് പറയുമല്ലോ. ഈ രണ്ട് ഭക്തി ഭാവത്തിൻ്റെയും ആസ്വാദനം മൂലം രോമാഞ്ചം അനുഭവപ്പെട്ടു എന്നാണ്. ആ രോമാഞ്ചം ഭഗവത് സന്നിധിയിൽ കാണിച്ചു തന്നുകൊണ്ടാണ് മേൽപ്പത്തൂര് ഇവിടെ വിസ്തരിക്കുന്നത്.
ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് എന്നാണ്. സമീപത്ത് വസിക്കുന്നവർ എന്നൊക്കെ അർത്ഥമുണ്ട്. വേദാന്തം എന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ ഗോപസുന്ദരിമാരെ ഉപനിഷത്തുക്കൾ ആയിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഈ ഉപനിഷത്തുക്കളുടെ അർത്ഥമൊക്കെ വ്യക്തമാക്കാൻ വേണ്ടി വേദവ്യാസ മഹർഷി അനേകം പുരാണങ്ങളും മഹാഭാരതവും ബ്രഹ്മമീമാംസാ സൂത്രങ്ങളും ഒക്കെ നിർമ്മിച്ചു. എന്നിട്ടും തൃപ്തി വരാതെ ഭക്തിപ്രധാനമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം അത് രചിച്ചുല്ലോ ശ്രീനാരായണ മഹർഷിയുടെ ഉപദേശമൊക്കെ അനുസരിച്ച്. അങ്ങനെയുള്ള നാരദ മഹർഷിയെയും പരമഭക്തകളായിട്ടുള്ള ഉപനിഷത്തുക്കൾ തന്നെയെന്ന് വിശ്വസിക്കുന്ന ഗോപസുന്ദരിമാരെയും ഗുരുവായൂരപ്പന് ചുറ്റും ദർശിച്ചു എന്നർത്ഥം. അങ്ങനെയാണ് ആ ദിവ്യ ദർശനം ഉണ്ടായത്. അഗ്രേ പശ്യാമി. ഇത് സ്വയം അനുഭവിച്ചു എന്നാണ്. ഭാഗവതസാരമാണല്ലോ നാരായണീയം. ഭാഗവതസാര സംഗ്രഹ രൂപമായിട്ട് നാരായണീയം മുഴുവൻ രചിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു അവസ്ഥയിൽ സ്വയം ആ രൂപത്തെ അനുഭവിക്കാൻ സാധിച്ചു. അതുപോലെ നമ്മളെ അനുഭവിപ്പിക്കാനും മേൽപ്പത്തൂരിന് സാധിച്ചു എന്നർത്ഥം. പിന്നീട് ഓരോ ഭാഗങ്ങളെ പറ്റി വർണ്ണിക്കണം. താൻ കണ്ട ഉണ്ണിക്കണ്ണൻ്റെ കേശഭാരത്തെ, നെറ്റിത്തടത്തെ ഒക്കെ വർണ്ണിക്കണു. അടുത്ത ശ്ലോകത്തിൽ നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യ രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസ്രംനിബീതം തവ പൃസുകപരീഭാരമാലോകയേഹം സിദ്ധശ്വേതോർത്ഥകുണ്ട്രാമഭിജസുലളിതാം ഭാരബാലേന്ദുവീഥിം. നീലാഭം കുഞ്ചിതാഗ്രം, അറ്റം നീല നിറത്തിലാണത്രേ ഭഗവാന്റെ മുടികളെ. അറ്റം ചുരുണ്ടുകൊണ്ടും നല്ല ഇടതൂർന്നതും തീരെ അഴുക്കില്ലാത്ത അമലതരം ചാരുഭംഗ്യാ സംയുതം, മനോഹരമായിട്ട് ഒതുക്കി കെട്ടിയിട്ടുണ്ട് ആ മുടി. നല്ലൊരു അലങ്കാരമൊക്കെ അണിഞ്ഞിട്ടുണ്ട്. രത്നം പതിഞ്ഞിട്ടുള്ള ശിരോലങ്കാരം അണിഞ്ഞിട്ടുണ്ട്. ഉദയചന്ദ്രികൈ പിഞ്ചജാലയിൽ വലയിതം, നല്ല കണ്ണുള്ള മയിൽപ്പീലികൾ ചുറ്റും നിരത്തി വെച്ചിരിക്കുന്ന പോലെ, അതുപോലെ മന്ദാരം കൊണ്ടുണ്ടാക്കുന്ന പൂമാല ചുറ്റിക്കെട്ടിയതുമായിട്ടുള്ള ആ തിരുമുടിക്കെട്ട് അത് ഞാനിതാ കാണുന്നു എന്ന് തന്നെയല്ല, ഗോപിക്കുരി അണിഞ്ഞിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള നെറ്റിത്തടം ഞാനിതാ കാണുന്നു എന്നെല്ലാം വർണ്ണിക്കുകയാണ്. അഹം ആലോകയേ, ഞാൻ ആ തിരുനെറ്റിത്തടം ഞാൻ കാണുന്നു. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരീ ചഞ്ചലഭ്രോ വിലാസൈരാനീലസ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോത്തേ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരമാമുക്തതാരം കാരുണ്യാലോകലീലാം ശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. ഭഗവാന്റെ ഓരോ അവയവങ്ങളും വർണ്ണിക്കുകയാണ്. തലമുടിക്കെട്ട്, നെറ്റിത്തടം, അതിനുശേഷം താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ണുകളാണ് കണ്ടത് എന്നാണ്. എന്തൊരു മനോഹരമായിട്ടുള്ള കണ്ണുകൾ! ആ തൃക്കണ്ണുകൾ നല്ലൊരു കടലിൽ നിന്ന് കൊച്ചു തിരമാലകൾ ഇളകി വരുന്ന പോലെ, ഇളകിക്കൊണ്ടിരിക്കുന്ന തിരമാലകളെ പോലെയായിരുന്നു അത്രേ ആ പുരികക്കൊടികളുടെയൊക്കെ ദർശനം. പതുക്കെ ഇളകുന്ന പുരികക്കൊടികൾ, മനോഹരങ്ങളായിട്ടുള്ള കറുത്ത് മിനുത്ത ഇമ, അത് കറുത്ത രോമങ്ങളാൽ അഴകാർന്നതായിട്ടിരിക്കുന്നു. ഭ്രൂവിലാസൈ ആനീലസ്നിഗ്ധ പക്ഷ്മാവലി പരിലസിതം, കറുത്ത് മിനുത്ത ഇമ വെട്ടുന്ന രോമങ്ങളാൽ നല്ല മനോഹരമായിട്ട് പരിലസിതമായിരിക്കുന്ന, നല്ല മനോഹരമായിട്ടുള്ള അതിമനോഹരങ്ങളായിട്ടുള്ള കൃഷ്ണമണികളോട് കൂടിയിട്ടുള്ള കണ്ണുകൾ, വിശാലാരുണ കമലദളാകാരം ആമുഗ്ധതാരം, അതിമനോഹരങ്ങളായിട്ടുള്ള മുഗ്ധമായിട്ടുള്ള കൃഷ്ണമണികളോട് കൂടിയിട്ടുള്ള ആ
കണ്ണുകളെ കൊണ്ട് ഉള്ള നോട്ടം, കടാക്ഷവീക്ഷണം, കാരുണ്യാലോകലീലാം ശിശിരിതഭുവനം തേ നേത്രയുഗ്മം. അങ്ങയുടെ ആ രണ്ട് കണ്ണുകൾ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ തൃക്കണ്ണിനെ, അല്ലയോ വിഭുവായിട്ടുള്ള ഭഗവാനെ ഞാനിതാ കാണുന്നു. അനാഥേ മയി ക്ഷിപ്യതാം, ആ അനാഥയാണ് ഉള്ളവൻ എന്ന് പറയാം. ക്ഷിപ്യതാം മൈ അനാഥയെ, കാരുണ്യ ആലോകയില്ല അങ്ങയുടെ കാരുണ്യമായിട്ടുള്ള ആ നോട്ടം കൊണ്ട് രക്ഷിക്കാൻ ആരുമില്ലാത്ത അടിയനിൽ, അനാഥയായിട്ടുള്ള അടിയനിൽ എന്നർത്ഥം. ക്ഷിപ്യതാം, ആ കണ്ണുകളിലുള്ള നോട്ടം, കണ്ണുകളോട് കൂടിയിട്ടുള്ള നോട്ടം ഈ ഇളവനിൽ പതിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിസുന്ദരമായിട്ടുള്ള ഭഗവാന്റെ മുഖം ദർശിക്കുന്ന അവസ്ഥയിൽ ആ തിരുമുഖം എന്നെന്നും തൻ്റെ ഉള്ളിൽ തെളിഞ്ഞ് പ്രകാശിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ. പിന്നെ വീണ്ടും താഴത്തേക്ക് നോട്ടം ഇറങ്ങി വരുമ്പോൾ ആ ഉത്തുംഗമായിട്ടുള്ള മൂക്ക്, കവിളിത്തടങ്ങൾ, കാതുകളിൽ അണിഞ്ഞിട്ടുള്ള മകരകുണ്ടലം, രത്നകുണ്ടലങ്ങൾ, പുഞ്ചിരിക്കുമ്പോൾ പല്ലിൻ്റെ നിരകളെ, വെളുത്ത പല്ലിൻ്റെ നിരകളെ കാണാനായിട്ട് സാധിക്കുന്നു. അതിനിടയിൽ അധരങ്ങളുടെ ഒരു പ്രകാശം, തൊണ്ടിപ്പഴം പോലെയെന്നാണ് പറയുന്നത് ഇവിടെ. അധരങ്ങൾ അത്ര മനോഹരമാണ്, കണ്ടാന്ന് ചുംബിക്കാൻ തോന്നുമെന്നർത്ഥം. അങ്ങനെ പ്രീതിയോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ മന്ദഹാസം, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഭഗവാന്റെ മന്ദഹാസം, ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുന്ന, എല്ലാവരുടെയും ദുഃഖത്തെ നശിപ്പിക്കുന്ന ആ മന്ദഹാസം, ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ തിരുമുഖം എന്നെന്നും കാണാനായിട്ട് സാധിക്കണം എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ഉത്തുംഗോലാസിനാസം ഹരിമണിമുകുര പ്രോല്ലസൽ ഗണ്ഡപാളി വ്യാലോലൽ കർണപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപങ്ക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്തപ്രീതി പ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുൽഭാസതാം മേ. ഉത്തുംഗോല്ലാസിനാസം, ഉയർന്നു നിൽക്കുന്ന നാസം, മൂക്കുകൾ എന്നർത്ഥം. ഹരിമണി മകരപ്രോല്ലസൽ ഗണ്ഡപാളി, ഹരിമണിമുകുരം, ഇന്ദ്രനീല കണ്ണാടി പോലെയാണ് മിന്നിത്തിളങ്ങുന്ന കവിൾത്തടങ്ങൾ. കവിൾത്തടങ്ങളിലൊന്നും യാതൊരുവിധ അഴുക്കൂല്ല, വളരെ ഭംഗിയായിരിക്കും, വൃത്തിയായിട്ടിരിക്കണം. അത് മിന്നിത്തിളങ്ങുന്നു, കണ്ണാടി പോലെ മിന്നിത്തിളങ്ങുന്നു. അതിന് രണ്ട് ഭാഗത്തും ആടിക്കളിക്കുന്ന മനോഹരമായിട്ടുള്ള കാതുകളിൽ അണിഞ്ഞിരിക്കുന്ന മകരകുണ്ടലങ്ങൾ, മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ എന്നർത്ഥം. കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം, രത്നകുണ്ടലങ്ങൾ, മിന്നിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ. ഉന്മീലദന്തപങ്ക്തി, പല്ലിൻ്റെ നിരകൾ, പുഞ്ചിരിക്കുമ്പോൾ കുഞ്ഞി പല്ലുകളിന് പുറത്തേക്ക് കാണാം. അതിൻ്റെ ഒരു അഴക്, ഒരു ഭംഗി. സ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്തപ്രീതി, ആ ചുണ്ടുകളുടെ മനോഹാരിത വർണ്ണിക്കുകയാണ്. തൊണ്ടിപ്പഴം പോലെയുള്ള തുടുപ്പാർന്ന ആ അധരങ്ങളുടെ മധ്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഭഗവാന്റെ കാരുണ്യം നിറഞ്ഞൊഴുകുന്ന മന്ദഹാസം, ആ പുഞ്ചിരി എത്ര മാധുര്യമേറിയതാണ്. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങയുടെ തിരുമുഖം എനിക്ക് എന്നെന്നും തെളിഞ്ഞ് കാണാൻ സാധിക്കണമെന്നാണ്. ബിംബാധരാന്തപ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്ത്രം തേ ഉത്ഭാസതാം, അതെനിക്ക് തെളിഞ്ഞ് കാണിച്ചു തരണേ. അപ്പം ഇങ്ങനെ ശ്രീകോവിലിനുള്ളിലുള്ള ഗുരുവായൂരപ്പൻ്റെ ആ രൂപം അങ്ങനെ ദർശിക്കുകയാണ്. അപ്പോഴാണ് കുറച്ചുകൂടി താഴത്തേക്ക് വന്നപ്പോൾ കയ്യിൽ വേണു ധരിച്ചിട്ടുണ്ട്. വേണുഗോപാല സ്വരൂപത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അന്നത്തെ ദിവസം ഓരോ ദിവസം ഓരോ രൂപത്തിലാണല്ലോ ഗുരുവായൂരപ്പൻ അവിടെ എൻ്റെ സാന്നിധ്യം നമുക്ക് കാണിച്ചു തരിക. അന്ന് മേൽപ്പത്തൂർ കണ്ടത് വേണുഗോപാല സ്വരൂപമാണ് എന്ന് പറയുകയാണ്. ആ ഭഗവാനോടുകൂടി ഭഗവാന്റെ മുരളീഗാനം തന്നെയും കേൾപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ, 5-ാമത്തെ ശ്ലോകത്തിലെ. ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലേ ഭൃതാശോണപാണി പ്രവാളേ നോപാത്താം വേണുനാളീം പ്രസുത നഖമയൂഖാങ്കുലീ സംഗശാരാം കൃത്വാ വക്രാരവിന്ദേ
സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈ സിഞ്ചമേ കർണവീഥിം. രത്നോജ്വല മലയഭൃത ബാഹുദ്വന്ദ്വേന, രണ്ട് കൈകളും ബലമായിട്ട് രണ്ട് കൈകള്, അതിൽ വളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ശോണവാണി പ്രവാളേ, തുടുത്ത കൈത്തണ്ടകൾ, അതിൽ വളകളൊക്കെ അണിഞ്ഞുകൊണ്ട്, രത്നങ്ങൾ പതിച്ചിട്ടുള്ള മിനുങ്ങുന്ന വളകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓടക്കുഴൽ ധരിച്ചിട്ടുണ്ടെന്ന് പറയണം. പ്രസൃത നഖം അയൂഖാങ്കുലി സംഘശാരാം വേണുനാളീം, നഖങ്ങളുടെ കൈവിരലുകളുടെ അറ്റത്തുള്ള നഖങ്ങളുടെ സമ്പർക്കം കൊണ്ട് പല വിധത്തിലായിട്ടുള്ള ഓടക്കുഴൽ, പല വർണ്ണത്തിലുള്ള ഓടക്കുഴൽ. വക്രാരവിന്ദേ, തൻ്റെ താമരപ്പൂ പോലുള്ള അരവിന്ദമായിട്ടുള്ള മുഖത്ത് വെച്ചുകൊണ്ട്, കൃത്വ ചേർത്ത് വെച്ചുകൊണ്ട്, സുമധുര വികസദ്രാഗം ഉദ്ഭാസ്യമാനൈ, അതിമനോഹരമായിട്ടുള്ള രാഗവിസ്താരമാണത്രേ ഭഗവാൻ. ആ രാഗവിസ്താരങ്ങളാണ് ആ മേൽപ്പത്തൂരിന് അനുഭവിക്കാൻ സാധിച്ചത്. പറയാറുണ്ടല്ലോ, ഭഗവാൻ പാടാത്ത രാഗങ്ങളില്ല എന്ന് പറയും. 16,000 രാഗങ്ങൾ, 16,108 തന്നെ പറയാം, 108 രാഗങ്ങൾ ആ വേണുവിൽ കൂടെ പുറത്തേക്ക് വരുമത്രേ. അങ്ങനെ അതിമധുരമായ രാഗവിസ്താരത്തോടുകൂടി പ്രകാശിപ്പിക്കുന്ന, ലോകത്തെ മുഴുവനും കുളിർപ്പിക്കുന്നതായിട്ടുള്ള ശിശിരിത ഭുവനൈ ശബ്ദബ്രഹ്മാമൃതൈ, നാദബ്രഹ്മങ്ങൾ, പലതരം സ്വരങ്ങൾക്കൊരു സപ്തസ്വരങ്ങൾ പല വിധത്തിലുള്ള കോമ്പിനേഷൻ പെർമ്യൂട്ടേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഗങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഭഗവാൻ അവിടുന്ന് ആലാപനം ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയം, എൻ്റെ ശ്രവണപുടം ഇതാ കുളിപ്പിക്കപ്പെടുന്നു എന്ന് പറയാണ്. ശബ്ദബ്രഹ്മാമൃതൈ ത്വം മേ കർണബീജിം സിഞ്ച, സിഞ്ച എന്ന് പറഞ്ഞാൽ നനയ്ക്കുക, ശ്രവണപുടത്തെ തന്നെ കുളിർപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പം ആ രാഗം, മധുരമായിട്ട് രാഗങ്ങൾ ആലപിച്ചുകൊണ്ട് ഭഗവാനെ അങ്ങ് ഈയുള്ളവൻ്റെ ശ്രവണപുടത്തെ കുളിർപ്പിക്കണേ എന്ന് ഇതാ ആ ഗോപാലസ്വരൂപനായിട്ടുള്ള വേണു കൈരമിച്ചുകൊണ്ട് നാദം ഉയർത്തുന്ന ആ വേണുഗോപാല സ്വരൂപം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ ശ്രവണപുടങ്ങളെ അങ്ങയുടെ മനോഹരമായിട്ട് ആലാപനത്താൽ കുളിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഭഗവാന്റെ കഴുത്ത്, തിരുമാറ് ഒക്കെ വർണ്ണിക്കാൻ അടുത്ത ശ്ലോകം. ഉത്സർപ്പൽ കൗസ്തുഭശ്രീതതിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലികുശലൈനിം വന്യമാലാം വിലോലല്ലോലംബം ലംബമാനാമുരസി തവ തഥാഭാവയേ രത്നമാലാം. മനോഹരമായിട്ടുള്ള ഭഗവാന്റെ കഴുത്ത് പറഞ്ഞാണ്. കണ്ഠദേശം, കോമളം കണ്ഠദേശം, ആ കണ്ഠത്തിലെ കൗസ്തുഭമണിയുടെ, ആ കണ്ഠത്തിൽ കെട്ടിയിരിക്കുന്ന മണി, കൗസ്തുഭത്തിൻ്റെ മണി, അതിൻ്റെ ഒരു മനോഹാരിത അതിൽ ഈ കഴുത്തുകൂടും പ്രകാശിക്കുന്നു എന്നർത്ഥം. ശ്രീവത്സം അണിഞ്ഞിട്ടുണ്ട്, മുത്തുമാലകൾ അണിഞ്ഞിട്ടുണ്ട്, പല നിറത്തിലുള്ള പൂക്കളും തളിരുകളും കലർന്നതായിട്ടുള്ള മാലകൾ, വനമാല ഒക്കെ ചാർത്തിയിട്ടുണ്ട്. വനമാലയിൽ നിറയെ വണ്ടുകളിങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നു. വനമാലയും രത്നമാലയും എല്ലാം ധരിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അതെല്ലാം ഇതാ ഈയുള്ളവൻ ധ്യാനിക്കുന്നു. വന്യമാലാം തഥാ രത്നമാലാം ഭാവയേ, അതെല്ലാം ഈയുള്ളവൻ ഇതാ ധ്യാനിക്കുന്നു എന്നൊക്കെ പറയാണ്. പിന്നീട് അങ്ങനെ താഴത്തോട്ട് കാഴ്ച വരുംതോറും കളഭക്കൂട്ട്, മഞ്ഞപ്പട്ട്, കിങ്ങിണികളെ ഒക്കെ ധരിച്ചിട്ടുള്ള ഭഗവാനെ വർണ്ണിക്കുകയാണ്. അങ്കേ പഞ്ചാംഗരാഗൈ അതിശയ വികസത്സൗരഭാകൃഷ്ടലോകം ലീനാനേകത്ലോകീ വിതതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ചക്രാശ്മന്യസ്തപ്തോജ്വലകനകനിഭം പീതചൈലം ദധാനം ഛായാമോ ദീപ്തരശ്മിസ്ഫുടമണിരചനാ കിങ്കിണി മണ്ഡിതം ത്വാം.
ആ സുന്ദരമായിട്ടുള്ള ശരീരത്തിൽ മെയ്യിൽ ചാർത്തിയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ, പഞ്ചാംഗരാഗൈ, പഞ്ചാംഗങ്ങൾ 5 സുഗന്ധദ്രവ്യങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത് എന്ന് പറയും. കുങ്കുമം, അകില്, കസ്തൂരി, ഗോരോചനം, ഹരിചന്ദനം മുതലായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ തിരുമയിൽ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സുഗന്ധം, എല്ലാ സ്ഥലത്തും പരന്ന് വ്യാപിക്കുന്ന സുഗന്ധം സർവ്വജനങ്ങളെയും ആകർഷിക്കുന്നു. അനേകം ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചു കിടക്കുന്നതാണെങ്കിലും ചെറുതായിരിക്കുന്ന അരക്കെട്ടിനെ വഹിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ, വളരെ ചെറിയ അരക്കെട്ടാന്ന് തോന്നും, പക്ഷേ അത് മുഴുവൻ ഈ ബ്രഹ്മാണ്ടം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞപ്പട്ട് ചാർത്തിയിരിക്കണു. അതുപോലെ തന്നെ രത്നങ്ങൾ പതിച്ച അരഞ്ഞാണ്, കിങ്ങിണി, ഇതെല്ലാം അണിഞ്ഞിട്ടുള്ള ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ, ആ ഗുരുവായൂരപ്പൻ്റെ രൂപം ഞാനിതാ ധ്യാനിക്കണു. ദീപ്തരശ്മി സ്ഫുടമണിരചനാ കിങ്കിണി മണ്ഡിതം ത്വാം ധ്യായാമ, ആ രൂപത്തെ ഞാനിതാ ധ്യാനിക്കണു എന്ന് പറയണം. ഭഗവാന്റെ വീണ്ടും താഴത്തേക്ക് കാഴ്ചകൾ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നു, തുടകളെ കാണുന്നു, കാൽമുട്ടുകളെ കാണുന്നു, കണങ്കാലുകളെ കാണുന്നു. ഊരൂ ചാരൂ തവോരു ഖനമസുണരുചൗ ചിത്തചോരൗ രമായാം വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഖൗ പീതതേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്തന്യസനധൃത സമസ്താർത്ഥപാളീ സമുൽഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ. ചാരു, ഊരു ചാരു, ഊരു ചാരു മനോഹരങ്ങളായിട്ടുള്ള തടിച്ചതായിട്ടുള്ള ഖനമസൃണരുചൗ രമായ ചിത്തചോരവും, നല്ല മനോഹരമായിട്ടുള്ള ശ്രീ ഭഗവതിയുടെ പോലും മനം കവരുന്നതായിട്ടുള്ള ഭഗവാന്റെ തുടകള്, തൃത്തുടകളെ പറ്റി വർണ്ണിക്കുകയാണ്. അനിശം പീതചേലാവൃതാംഗോ, ആ തൃത്തുടകളെ കണ്ടിട്ട് ആർക്കെങ്കിലും മോഹം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നുമാറ് മഞ്ഞപ്പട്ട ധരിച്ചിരിക്കുന്നു. മഞ്ഞപ്പട്ട് കൊണ്ട് തുടകളൊക്കെ മൂടിയിരിക്കുന്നു. ആനമ്രാണാം പുരസ്ഥ അന്യസനധ സമസ്താർത്ഥ പാളീ സമുൽഗച്ഛായം. ആനമ്രാണം, നമസ്കരിക്കുന്ന ഭക്തന്മാര്, നമ്രികളായിട്ടുള്ള നമസ്കരിക്കുന്നവരായിട്ടുള്ള ഭക്തന്മാരുടെ മുമ്പിൽ വയ്ക്കുവാനായിട്ട് എല്ലാ അഭീഷ്ട വസ്തുക്കളും കരുതി വച്ചിട്ടുള്ള മണിച്ചപ്പുകളാണോ എന്ന് തോന്നുന്ന വിധത്തിൽ മിന്നിത്തിളങ്ങുന്ന 2 കാൽമുട്ടുകളും. എന്ത് വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടോളൂ ഭക്തന്മാരെ, നിങ്ങൾക്ക് തരാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഓരോരോ വസ്തുക്കളെ എന്ന് പ്രഖ്യാപിക്കുന്ന 2 കാൽമുട്ടുകൾ. പിന്നെ 2 കണങ്കാലുകൾ എല്ലാം ഞാനിതാ കാണുന്നു, ഭജിക്കുന്നു. ക്രമപൃഥുല മനോജ്ഞേച ജംഘേ നിഷേവേ. 2 കണങ്കാലുകളും, ജംഘങ്ങൾ, 2 കണങ്കാലുകളുടെയും നിഷേവേ, അതെല്ലാം ഞാനിതാ ദർശിക്കുന്നു, കാണുന്നു. പിന്നീട് ഇതാ കാലിൽ ധരിച്ചിരിക്കുന്ന കാൽച്ചിലമ്പ്, പുറംഭാഗം, പാദത്തിൻ്റെ പുറംഭാഗം, കാൽ വിരലുകൾ ഒക്കെ വർണ്ണിക്കുകയാണ്. മഞ്ജീരം മഞ്ജുനാഥൈ ഇവപദഭജനം ശ്രേയ ഇത്യാലപന്തം പാദാഗ്രം ഭ്രാന്തിമജ്ജൽ പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നകര ഹിമകരജ്യോത്സ്നയാ ആശ്രിതാനാം സന്താവദ്ഭാന്തഹന്ത്രീം തതിമനുകലയേ മംഗളാമംഗുലീനാം. ആ തൃപ്പാദത്തിലെ എൻ്റെ ഭജനം, ആ തൃപ്പാദത്തിൽ അണിഞ്ഞിരിക്കുന്ന എന്താ പറയുക, ചിലങ്കിയോ അല്ലെങ്കിൽ പാദസ്വരത്തിൻ്റെയൊക്കെ മനോഹരമായിട്ടുള്ള ധ്വനികൾ, മധുരധ്വനികൾ, മഞ്ജുനാഥൈ, ആ കാൽച്ചിലമ്പിൻ്റെയൊക്കെ ശബ്ദം, മനോഹരമായ ശബ്ദം ഭക്തന്മാരുടെ ഹൃദയത്തേക്ക് അവരുടെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന ആ കാലിൻ്റെ പുറവടികൾ, മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്ന
ആമയായിട്ടുള്ള പുറവടി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭ്രാന്തിമജ്ജൽ പ്രണതജന മനോമന്ദരോദ്ധാര കൂർമ്മം. കൂർമ്മത്തിൻ്റെ ആമയുടെ പുറംഭാഗം എങ്ങനെയാണല്ലോ, നല്ല കട്ടിയുള്ളതായിരിക്കും. എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും അതവിടെ നമുക്ക് സമർപ്പിക്കാം, അതെല്ലാം പരിഹരിച്ചു തരും. ഭക്തഹൃദയത്തിൽ ഉണ്ടാകുന്ന എല്ലാ വേദനകളും വിഷമങ്ങളും അതിനെല്ലാം പൊക്കിയെടുത്ത്, അതുപോലെ തന്നെ ഉത്തുംഗാതാമ്രരാജൻ നഖരഹിമകരജ്യോത്സ്നയാചാശ്രിതാനാം, ആശ്രിതന്മാരുടെ എല്ലാ വിധത്തിലുള്ള ദുഃഖത്തെയും സന്താപധ്വാന്തഹന്ത്രിയും ദുഃഖമാകുന്ന അന്ധകാരത്തൊക്കെ നശിപ്പിച്ചു കളയുന്നതായിട്ടുള്ള നഖങ്ങളാണ് എന്നർത്ഥം. തെല്ല് തുടുത്ത് മിന്നുന്ന നഖങ്ങൾ. ചന്ദ്രബിംബങ്ങളുടെ പൂനിലാവില് നമുക്കതിനെ തെളിഞ്ഞ് കാണാം. ആ നഖങ്ങള് ആരാണോ പാദങ്ങളെ ആശ്രയിക്കുന്നത് അവരുടെ ദുഃഖ അന്ധകാരത്തെ നശിപ്പിച്ചു കളഞ്ഞ് മംഗളാനാം മംഗളം നൽകുന്നു. അങ്കുലീനാം തതിം ചാം, വിരലുകളുടെ ആ കൂട്ടതുണ്ടല്ലോ, അങ്ങനെയുള്ള വിരലുകളുടെ കൂട്ടത്തെ അനുകലയെ ഞാനിതാ ധ്യാനിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ എല്ലാവിധത്തിലും വർണ്ണന കഴിഞ്ഞു. ശിരസ് മുതൽ എന്താ പറയുക, മുടി മുതൽ പാദം വരെ അനുസ്മരിച്ചതിന് ശേഷം പറയാണ്, ഭഗവാന്റെ അങ്ങനെയുള്ള ഭഗവാന്റെ തൃക്കാലടികൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണേ. യോഗീന്ദ്രാണാം തുതങ്കേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകുശലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. മനോഹരമായിട്ടുള്ള ആ ശ്ലോകം യോഗീന്ദ്രാണാം തുതങ്കേഷു അധിക സുമധുരം. മഹായോഗികൾക്ക് അങ്ങയെ സ്മരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും മാധുര്യം നൽകുന്ന ആ അംഗങ്ങൾ, ഭഗവാന്റെ ഓരോ അംഗങ്ങളും. അതുപോലെ തന്നെ മുക്തിഭാജാം നിവാസ, മോക്ഷം പ്രാപിച്ചവർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥാനമാണ് ഭഗവാന്റെ പാദങ്ങൾ. അങ്ങനെയുള്ള ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം. എല്ലാവർക്കും, ഭക്തന്മാർക്കൊക്കെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടി ആശ്രയിക്കാവുന്ന ഭഗവാന്റെ പാദങ്ങൾ. ആ പാദങ്ങൾ ചിത്തസ്ഥിതം മേ, എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകണേ, എൻ്റെ മനസ്സിലുറച്ചിരിക്കണേ. നാഥ പവനപുരപതയെ, അല്ലയോ നാഥനായിട്ടുള്ള ലോകരക്ഷകനായിട്ടുള്ള ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങൾ എപ്പോഴും സ്മരിക്കാനായിട്ട് ഈയുള്ളവന് സാധിക്കണേ. കാരുണ്യസിന്ധോ കൃഷ്ണ, പല വിധത്തിലുള്ള സംബോധനകളാണ്. കാരുണ്യക്കടലാണ് ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ. ദയാസമുദ്രം എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ നിശേഷതാപാൻ ഹൃത്വ, എല്ലാ സന്താപങ്ങളെയും എല്ലാ താപങ്ങളെയും നശിപ്പിച്ച് പരമാനന്ദ സന്തോഹലക്ഷ്മിയും പ്രതിശതു. പരമാനന്ദമായിട്ടുള്ള ആ പരമാനന്ദത്തിൻ്റെ ഒരു സമൃദ്ധമായിട്ടുള്ള പ്രവാഹം ആയിത്തീരണേ. ആ ഒരു പ്രവാഹം ഈ ഉള്ളവന് ആക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്. അതുപോലെ തന്നെ ഈ നാരായണീയൊക്കെ രചിച്ചതിന് ശേഷം 1000 ചില്ലാനും ശ്ലോകങ്ങളൊക്കെ നിർമ്മിച്ചതിന് ശേഷം ഓരോ സ്തോത്രങ്ങളിലും ഭഗവാന്റെ മഹത്വത്തെ വർണ്ണിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടാകാം, അതെല്ലാം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് നാരായണീയം സമർപ്പിക്കുന്നത് എന്നർത്ഥം, ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. എല്ലാവർക്കും, തനിക്കും അതുപോലെ തന്നെ ഈ സ്തോത്രം ചെല്ലുന്നവർക്കും കേൾക്കുന്നവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ നാരായണീയം അവിടെ ഉപസംഹരിച്ചത്. അവസാനത്തെ ശ്ലോകം അജ്ഞാത്വാ തേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ
ഗുരുതാമായുരാരോഗ്യ സൗഖ്യം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അജ്ഞാത്വാത്തേ മഹത്വം, അങ്ങയുടെ മഹത്വം അത് വർണ്ണിക്കാനാണ് ശ്രമിച്ചത്. ആ മഹാത്മ്യം വേണ്ടവണ്ണം അറിയാത്തവനായിട്ടുള്ള ഈയുള്ളവൻ ഒരുപക്ഷെ ഈ സ്തോത്രത്തിൽ പറഞ്ഞതിൽ പലതും തെറ്റാണോ എന്നറിയില്ല. എന്തായാലും ശരി ഭഗവാനെ, അങ്ങ് ക്ഷമിക്കണേ. ക്ഷമേധാ സഹസ്രോത്തരം ഏതൊരു സ്തോത്രം, 1000 ചില്ലാനം ശ്ലോകങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ സ്തോത്രം അത് അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണേ എന്നാണ്. അധികതരം ത്വൽപ്രസാദായ ഭൂയാത്, നിന്തിരുവഴിയുടെ ഏറ്റവും അധികം പ്രസാദത്തിനായി തീരണേ ഈ ശ്ലോകങ്ങൾ. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഭഗവാന് സമർപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ശരി, അത് ഭഗവാന്റെ സന്തോഷത്തിന്, ഭഗവാന്റെ പ്രസാദത്തിനായി തീരണേ എന്നായിരിക്കണം. അതാണ് കർമ്മയോഗം എന്നൊക്കെ പറയുന്നത്. ഭക്തിയോഗമായാലും കർമ്മയോഗമാണെങ്കിലും എന്താണെങ്കിലും ശരി ഭഗവാന് സമർപ്പിക്കുന്നതാണ് യോഗമായിട്ട് തീരുള്ളൂ. അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. മേൽപ്പത്തൂര് താൻ ചെയ്ത പ്രവൃത്തി, ഈ സ്തോത്ര നിർമ്മാണം അധികതരം ത്വൽപ്രസാദായ ഭൂയാൽ, ദ്വേധാ നാരായണീയം, 2 വിധത്തിൽ ഇതിനെ നാരായണീയം എന്ന് പറയാം. ഒന്ന് നാരായണന്റെ കഥകൾ എന്നുള്ള നിലയ്ക്ക് നാരായണീയം, പിന്നെ നാരായണൻ രചിച്ചത് എന്ന് വേണമെങ്കിലും ആവാം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ചത് എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ 2 വിധത്തിലും പറയല്ലോ നാരായണീയത്തിനെ. ആ കീർത്തനങ്ങൾ, ശ്ലോകങ്ങൾ ശ്രുതിഷു ജനുഷാം സ്തുത്യതാവർണ്ണനേന, അത് ശ്രുതികളിൽ ഉള്ള പറഞ്ഞിരിക്കുന്ന അവതാരങ്ങളെ കൊണ്ടൊക്കെ സ്തുതിക്കപ്പെട്ടതാണ്. ഇതിൽ സ്തുതിക്കപ്പെട്ട ശ്ലോകങ്ങളൊക്കെ അങ്ങനെ വർണ്ണിച്ചിട്ടുള്ളതിൽ ഭഗവാന്റെ അവതാര കഥകൾ പരിപുഷ്ടമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നർത്ഥം. ലീലാവതാരേ സ്ഫീതം ഇതം, ഭഗവാന്റെ അവതാര ലീലാകഥകൾ പരിപുഷ്ടമാക്കാൻ വേണ്ടി ഈ സ്തോത്രം ഇവിടെ രചിച്ചു. അതിനാൽ ആയുരാരോഗ്യ സൗഖ്യം കുരുതാം, ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാക്കിത്തരണേ, നൽകുമാറാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആയുരാരോഗ്യ സൗഖ്യം തനിക്കും അതുപോലെ തന്നെ ഭക്തന്മാർക്കും, ഈ നാരായണീയം പാരായണം ചെയ്യുന്നവർക്കും നാരായണീയം കേൾക്കുന്നവർക്കും എല്ലാം ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ നാരായണീയ ശ്ലോകങ്ങളെല്ലാം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചത്, ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചത്. നമുക്കും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ച പോലെ അത്രയൊന്നും തീവ്രമായ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നറിയില്ല. സാധിക്കുന്നവർക്ക് നന്നായി, ഇല്ലെങ്കിലും ഭക്തി ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.